സാർ ഈ പേറ്റുനോവ് എടുത്ത് കിടക്കുന്ന പെണ്ണുങ്ങളെ പോലെ പറഞ്ഞ് ഞെരിവിരി കൊള്ളാതെ ഈ പരുന്ത് എത്ര തൊടല് പൊട്ടിക്കാന്നറിയാവോ? എന്നാ പേടിക്കാനാ? എന്തുവായാലും മോഷണമല്ലടാ. ഇതാണോടാ മോഷണം? സർക്കാർ പിടിച്ച കള്ളത്തടി. ഈ പള്ളക്കാട്ടി പൂട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 3 പറയുന്നത്. ആർക്കെങ്കിലും പ്രയോജനപ്പെടട്ടാ? എടാ വഴി കിടക്കണോ സ്വർണ്ണമാല, അത് ആദ്യം കാണുന്നവനെ എടുക്കൂ. അത് നമ്മളെടുത്തില്ലെങ്കിൽ പിറകെ വരുന്നത് പള്ളിയിലെത്തിനായാലും എടുക്കും. ഡാഡി എന്നോടങ്ങ് പ്രേമമായ ഒരു കാര്യം. പോട്ടെ. ഇയാൾക്ക് വരാൻ കണ്ടൊരു സമയം. ഇത് നമ്മുടെ തടിയാ എന്ന് വെച്ചാ ഉടമസ്ഥന്റെ തടി. അത് മനസ്സിലായി. വടമെടിന്റെ പൊഴിക്കാട്ട് ടൊടല് അരളി കറുത്ത് മുറിച്ച തൂങ്ങി കിടക്കാന്നുള്ളടാ. ഇന്നപ്പോ പ്ലേറ്റിൽ എന്താ ചെളി വരച്ചിരിക്കുന്നേ? അയ്യോ അത് തേച്ചല്ല സാറേ, ചെളി തെറിച്ചതാ. ഒടയോ കൊന്നോന്റെ മോനല്ലടാ. ആരോ വെട്ടിയിട്ട് എന്നോ പിടിച്ചിട്ട തടിയാ. ഇച്ചിരി കാശിന് ആവശ്യം വന്നപ്പോ. അയ്യോ നിനക്ക് കാശിന് ആവശ്യമോ? നിന്റെ അപ്പം വലിയ ഗുണശേഖരനല്ലടാ. ന്യായം പറയുന്ന തെളപതി. ഗവൺമെന്റ് ശമ്പളം തരുന്നേ ശർക്കര കൊണ്ട് മേടിക്കാനാണോ നിന്റെ അപ്പനോട് ചോദിച്ചത്? സർക്കാരിന്റെ ശമ്പളം മേടിച്ചോണ്ട് നിനക്ക് കൂട്ടുകിട്ടാലേ നിന്റെ അപ്പൻ എന്റെ മോറ്റും മേറ്റും വരുത്തേക്കും. സാർ ഇതാരും അറിയരുത്. ഞാൻ കാശ് മേടിക്കുന്നതാടാ. കള്ളു കുടിക്കും, പെണ്ണും കുടിക്കും. പക്ഷെ ഒടയോന്റെ മോന്റെ ഒന്ന് മേടിച്ച കാസർഗോഡ് മൂല കന്യാകുമാരി വരെയുള്ള സകല പോലീസുകാരും വെറും ക്ലാപ്പന്മാരായി. പ്ലീസ് അങ്ങനല്ലേ? നിന്നെ ഇതിന് പിടിച്ച നിന്റെ അപ്പൻ എന്റെ മുമ്പിൽ വന്ന് മുട്ടുകാലെ നിൽക്കും. പോടാ 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 വിട്ടുപിടി. അവനെ വിട്ടേക്കരുത്, അവൻ തൊലച്ചു കളയും. അയ്യോ സാർ, നാളെ ലോകം ഇതറിഞ്ഞ എന്റെ പെങ്ങളുടെ കല്യാണം മുടങ്ങും സാർ. മുടങ്ങിയ ഞാനേറ്റുള്ളവേ. നമ്മുടെയാണ് പറയാൻ നിൽക്കുക രണ്ടാമത്തെ വല്ലതും നടക്കണവേ. അവൻ പോട്ടാ, അവനെ ആ പുലി പിടിച്ച് തിന്നോളൂ. ഞാൻ കൃഷി ചെയ്യാൻ ആരടി കുഴിച്ചെന്ന് പറഞ്ഞപ്പോ അപ്പനെ അടക്കാനാണോടാന്ന് ചോദിച്ചു. ഇന്ന് എന്നെ അടക്കാൻ ആരടി നീളത്തിൽ കുഴി ഒഴിക്കുക. ഇവിടെ മുതുപാറായിട്ടോ ഞാൻ വിടില്ല. അപ്പനെ പോലെ തമ്മിലടിച്ചിട്ടാണ് ഞാൻ കുഴിക്കും. എന്റെ അധ്വാനത്തിന്റെ ആദ്യത്തെ തൂമ്പ അപ്പന്റെ പുത്തൻ കൃഷിക്കകത്ത് ശവക്കുഴി കുഴിച്ചോണ്ടാട്ടെ. മിണ്ടിപ്പോയത് പെട്ടെണ്ണം കയറി നിന്റെ മണ്ടേ കയറിയ പൂസ് തൂമ്പ കൈക്ക് അടിച്ചടക്കും ഞാൻ. എന്റെ മുതലക്കിണറിന്റെ ഉറവയുടെ ഗതി മാറ്റിയവനാ നീ. 8 മൈൽ അപ്പുറത്തുനിന്ന് ടാങ്കർ ലോറിക്ക വെള്ളം ഞാനിപ്പോ കൊണ്ടുവരുന്നത്. എന്തിനാ അപ്പ ടാങ്കർ വെള്ളം? ഈ തടി മുഴുവൻ വെള്ളമല്ലേ? ഞാൻ ചത്ത് ചെയ്യുമ്പോ അപ്പന്റെ മരങ്ങളുടെ വേരുകൾ ആ വെള്ളത്താനെ വലിച്ചെടുത്തോളും. പെങ്ങൾക്ക് എള്ളോളം മണ്ണുണ്ട, മകൾക്ക് ആനത്തലയോളം മണ്ണുണ്ട. മണ്ണുണ്ട വാങ്ങി അവളെ കെട്ടാൻ വർക്കത്തുള്ള ഒരു ക്രാപ്പിനും വരില്ലപ്പാ. അതിന് കാശ് കൊടുക്കണം. ആ കാശ് പാപ്പോയി ഉണ്ടാക്കി. നിന്റെ പൂസ് ഞാൻ ഇപ്പൊ മാറ്റി തരാടാ.
അവൻ അപ്പനെ തോപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. വെട്ടി മൂട അവനെ. നീ എന്തിനാടി കരയുന്നത്? നിന്റെ ജോമാനുള്ള കാശ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നീയെങ്കിലും പോയി രക്ഷപ്പെട. ഞാനോ പോയടി. ഈ പണം കൊണ്ട് എന്റെ വിവാഹമല്ല നടക്കേണ്ടത്. അപ്പൻ മണ്ണുരുട്ടി കൊടുത്ത ഈ ചമ്മച്ചിയുടെ കയ്യില് എന്റെ പാപ്പി ഈ പണം വെച്ചു കൊടുക്കണം. മോളെ നീ എന്തായി പറയണേ? പാപ്പ ഈ പണം ഉണ്ടാക്കാൻ പെട്ട പെരുമ്പാട് നിനക്കറിയോ? എനിക്കൊന്നും അറിയണ്ട. ഇതേ നടക്കൂ, ഇതേ നടക്കാവൂ. അപ്പം പോയിട്ട് ഇന്ന് 30 വർഷമായില്ലേ. ഏൽപ്പിച്ചവരൊന്നും നോക്കുന്നില്ലെങ്കിലും സാരമില്ല, അത് മതി. ഈച്ചയെന്ന് ആ തേനീ മുഖ്യ വിളി ഇന്നും കാതി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പന്റെ ഈച്ചയ്ക്ക് അത് മതി. മോളെ ഈച്ചേ. ഈ ചമച്ചേ വല്യപ്പാപ്പ ആഗ്രഹിച്ചതുപോലെ ചാക്കോച്ചായന് കൊടുക്കാമെന്ന് പറഞ്ഞ കുറെ പണമുണ്ട്. മണ്ണുണ്ട കൊടുത്തു വിട്ട് ആ കൈ കൊണ്ട് തന്നെ തന്നു വിട്ടാണോ ഈ പണം? അപ്പന്റെ ആണ്ടായിട്ട് ഒരു കുർബാന കൊല്ലാൻ പോലും കാശ് കൊടുക്കാത്തവനാ. ഈ ചമച്ച അതൊന്നും അറിയണ്ട, ഇതങ്ങ് വെച്ചാ മതി. 8 ലക്ഷം രൂപയുണ്ട്. എന്റെ ഈച്ചാമ്മച്ചി, എന്റെ കല്യാണത്തിന് പാപ്പ ബസ് വിറ്റും കടം മേടിച്ചൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. എന്നെ ഇപ്പോ 2 വർഷം കഴിഞ്ഞു കെട്ടിച്ചാലും കുഴപ്പമില്ല. ആ പ്രായത്തിൽ കെട്ടാൻ മനസ്സുള്ളവൻ കെട്ടിയാ മതി. നിന്നെ കെട്ടിക്കാൻ നിന്റെ ആങ്ങള ഉണ്ടാക്കിയ കാശ് എന്തിനാടി എനിക്ക് തരുന്നത്? എനിക്കുണ്ടല്ലോ ഇതുപോലെ ഒരാങ്ങള. അങ്ങേര് തരട്ടെ. ഈ സ്വത്തിന്റെ പേരിലുള്ള വഴക്കും വക്കാണോ ഒക്കെ ഒന്ന് തീരട്ടെ. ഈ ചാമച്ചിക്ക് കിട്ടേണ്ടതിന്റെ ഒരു ഓഹരിയായിട്ട് ഇതിനെ കണ്ടാ മതി. ഒന്ന് പോടാ ചേർക്ക അവിടുന്ന്. നീ ഇപ്പൊ എന്റെ കയ്യിൽ മേടിച്ചോണ്ടേ പോകത്തുള്ളൂ. ഇവളെ കെട്ടാ ചെക്കയെ നിർത്തിയിട്ട് ഇവളുടെ വീർപ്പ് മുട്ടലും ശ്വാസം മുട്ടലും ഞാൻ കാണണമെന്നോ? എനിക്കൊന്നും വേണ്ട ഈ പണം. എന്റെ മക്കള് പോ. നിങ്ങൾക്ക് ഈ ചമച്ചോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. പോട്ടേടാ മക്കളെ. വന്ന പേട്ടപൂരി. ഇനി ഇവന്റെ അടുത്ത വരവേ അപ്പൻ ചാവുമ്പോഴാ. ആ ചേട്ടനൊന്ന് പുറത്തേക്ക് വരണം. അച്ഛൻ ഇരുന്നട്ടെ. കാല് നല്ല സ്ട്രോങ് ആണല്ലോ ചേട്ടാ. ആ ചേട്ടൻ അറിഞ്ഞോ, നമ്മുടെ ലോക്കൽ ഇൻസ്പെക്ടറെ 2 ആഴ്ച കൊണ്ട് കാണുന്നില്ല. മിസ്സിംഗ്. ആളെ മനസ്സിലായല്ലോ അല്ലേ? ആ പൂട ചെറുക്കനെ മനസ്സിലായി. നിങ്ങൾ ഈ സ്റ്റേഷന്റെ വാതിക്കലിട്ട് അയാളെ കൈക്ക് പിടിച്ചോ? പിടിച്ചു. പരാതി ബോധിപ്പിക്കാൻ വന്ന എന്നെ കടക്കടോ വെളിയിലെന്ന് പറഞ്ഞ് ചങ്കച്ച് പിടിച്ച് തള്ളി. ഞാൻ ആ കൈക്ക് പിടിച്ചു. എന്താ തെറ്റ്? നിങ്ങളയാളെ ഭൂമിയിൽ വെച്ചേക്കില്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എങ്ങനെയാണാവോ പറഞ്ഞത്? എഴുന്നേക്കടോ. താൻ കാട്ടുപന്നി അടിച്ച കാലിന് അയാളുടെ സ്ഥാനത്ത് അടിച്ചു എന്ന് ഞാൻ പറയും. എവിടെയാടോ അവിടെ ശവം? അങ്ങനെയാണ് ആ ശവം കണ്ടുപിടിക്കുന്ന അവസാനം നിങ്ങൾ പോലീസുകാരുടെ പണിയാന്ന് ഞാൻ പറയും. സർ, അയാളെ ഞാനാ കൊന്ന.
എടാ പാപ്പോയി, എടാ മോനെ, അപ്പന് വേണ്ടി ചെയ്യാത്ത കുറ്റത്തിന്റെ പാവം നീ ഏക്കണ്ട. എടാ ഇവന്മാര് പറഞ്ഞ ചെയ്യാത്ത കുറ്റം ശിവനാട്ട് കുഞ്ഞ് ചെയ്തു എന്നാവോടാ. സാറാ പുലിക്കുന്നേ കേറ്റത്ത് കിടന്ന കള്ളത്തടി മൂട്ടിച്ചുകൊണ്ട് വരുന്ന വഴി കുറുകെ ചാടിയ ഇൻസ്പെക്ടറെ ഞാൻ ചവിട്ടിയതാ. കിടന്ന ഉരുളംപാറ മറിഞ്ഞ അയാൾ താഴേക്ക് പോയ സത്യ. എന്റെ പെങ്ങളെ കെട്ടിക്കാൻ എനിക്കത് ചെയ്യേണ്ടി വന്നു. പോലീസിനെ ചവിട്ടി നീ ഒക്കനോട് ചവിട്ടി അവന്റെ അണ്ണാക്ക് തിരിക്കേട്ടാ. നീ എന്റെ അപ്പനെ തല്ലുവല്ലടാ ജില്ലയാടി മോനെ. കുറ്റ ഏറ്റു പറഞ്ഞ എന്റെ നേരെ കയ്യും കാലും പൊക്കെയുണ്ടല്ലോ. പുലിയിലക്കാരെ വിരിച്ച് കരിപ്പട്ടിപ്പായി മരത്തി കിടത്താൻ ഏമാന്റെ എല്ല് ബാക്കിയുണ്ടാവില്ല. വലിച്ചു കീറി ഞാൻ. ബാക്കി ഞാൻ ഏത് കോടതി വേണേലും പറഞ്ഞോളാം. അടക്കണം.